സ്നേഹിക്കുന്നവരെ, നീ അവന്റെ ഭവനത്തിൽ ഒരു പുത്രനായി രൂപാന്തരപ്പെടണം. ആത്മീക സന്തതിയെ വളരുവാൻ തുടങ്ങണം. അടുത്ത പടി അതാണ്. വിശ്വാസി രക്ഷിക്കപ്പെടണം. അവിശ്വാസി രക്ഷിക്കപ്പെട്ട് വിശ്വാസിയാകണം. വിശ്വാസി സ്നാനപ്പെട്ട ശിഷ്യഗണത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ആ ശിഷ്യത്വത്തിൽ വർദ്ധിക്കുന്ന വ്യക്തിയെ നീ ഒരു പിതൃത്വത്തോട് ചേർന്ന, ഒരു പിതാവിന് ഹൃദയമുള്ള മനുഷ്യനെ കണ്ട് അവനോട് ചേർന്ന് സ്വർഗത്തിലെ പിതാവിൻ്റെ സന്തതിയായി നിങ്ങളെല്ലാം നിൽക്കെ തന്നെ ഈ ആത്മീക പിതൃത്വത്തിൻ്റെ, ആത്മീക ദർശനത്തിൻ്റെ അടിയിൽ, ആ പിതൃത്വത്തിൻ്റെ കീഴിൽ നിന്ന് ഒരു പുത്രനും പുത്രിയുമായി വളരാൻ തുടങ്ങണം. അവിടെ നിന്നെക്കുറിച്ചൊരു സ്ത്രീത്വം ഉണ്ടാകും. അവിടെ നിനക്കൊരു പുഷ്ടി ഉണ്ടാകും. ഹല്ലേലൂയ. ഇതൊക്കെ മനസ്സിലായത്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ദൈവസഭകൾ പ്രസംഗിച്ച് കേൾക്കാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ തലമുറയിൽ അത് അത്യാവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയത്തില്ല കർത്താവ് എന്ന് വരുമെന്ന്, പക്ഷേ കർത്താവ് വരുന്നതിന് മുമ്പ് ഇത് പൂർണ്ണമായി നടന്നിരിക്കണം. ഇത് നടക്കാതെ കർത്താവിന് വരാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അവസാന അധ്യായം നോക്കി, മലാക്കിയുടെ പുസ്തകം അവസാന വാക്യം നോക്കി. മലാക്കിയുടെ പുസ്തകം അവസാനമായി കർത്താവ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്, പഴയ നിയമം ക്ലോസ് ചെയ്ത് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ സുവിശേഷം മത്തായിൽ തുടങ്ങുന്നതിന് മുമ്പ് 400 സംവത്സരം ഒരു മിണ്ടാകാലമായിരുന്നു, ഒരു മൂക കാലമായിരുന്നു, ഒരു മൗനകാലം. പ്രവാചകന്മാരെ അയച്ചില്ല, ദൈവശബ്ദം കേൾപ്പാനില്ല. ജാതികളുടെ ഇടയിൽ, ദൈവസഭയുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രവാചകനില്ല. 400 വർഷം ഒരു സംസാരവും സ്വർഗത്തിനുണ്ടായില്ല. എന്നാൽ അതിന് തൊട്ട് മുമ്പ് അവസാനമായി സംസാരിച്ച കാര്യം എന്താണെന്നറിയാമോ? മലാക്കിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലാണല്ലോ അവസാന വാക്യം. അതിൻ്റെ 5-ഉം 6-ഉം വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. അവൻ എന്ത് ചെയ്യും? അവൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ ഏലിയാ പ്രവാചകൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. നിരപ്പിക്കും. അപ്പന്മാരെയും മക്കളെയും തമ്മിൽ നിരപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ വന്നത് കർത്താവിൻ്റെ വരവിൻ്റെ ആഗമനത്തിൻ്റെ ഒരു സുനിശ്ചിതമായ അടയാളമാണ്. മുൻപെങ്ങും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യമാണിത്. അപ്പന്മാരും മക്കളും തമ്മിലൊരു ബന്ധം ആഴത്തിൽ, അത് ഭവനത്തിനകത്തെ കാര്യം മാത്രമല്ല, ആത്മീക തലത്തിൽ ദൈവസഭയ്ക്കകത്ത് ആത്മീക പിതൃത്വവും പുത്രത്വവും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ വെളിപ്പെടാൻ പോകുന്ന അന്ത്യകാല ദൈവത്തിൻ്റെ ദർശനമാണത്. ഹല്ലേലൂയ. അത് നടന്നില്ലെങ്കിൽ യേശുവിന് വരാൻ പറ്റത്തില്ല. അത് നടന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രസംഗിച്ചാലും, എത്ര സഭ പ്ലാൻ ചെയ്താലും, എത്ര വളർന്നാലും യേശുവിന് മടങ്ങി വരാൻ പറ്റുന്നതിന് മുമ്പ് ഈ കാര്യം നടന്നിരിക്കണം. അപ്പന്മാരിലേക്ക് മക്കൾ ഹൃദയം തിരിക്കണം. മക്കളെ വളർത്തുന്ന അപ്പന്മാരായ ദൈവദാസന്മാർ രൂപാന്തരം പ്രാപിക്കണം. ആമേൻ. സഭയെ വളർത്തുന്നതായിരുന്നാൽ പോരാ, പ്രസ്ഥാനം വളർത്തുന്നതായിരുന്നാൽ പോരാ, ഓരോ സന്തതിയെയും വ്യക്തിപരമായി ആത്മാവിൽ ജനിപ്പിച്ച് ഉയർത്തി അവരെ കർത്താവിന് വേണ്ടി പ്രിയ ശിഷ്യന്മാരും പുത്രന്മാരുമാക്കി റിലീസ് ചെയ്യുന്ന പിതൃഹൃദയമുള്ള ഒരു അപ്പനായി ഓരോ ദൈവദാസൻ രൂപാന്തരം പ്രാപിക്കണം. എത്ര പേർ വിശ്വസിക്കുന്നത്? പക്ഷേ ആ ദൈവദാസൻ്റെ കൂടെ നിൽക്കുമ്പോൾ ദൈവജനമേ, ആ ദൈവദാസന്മാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എന്നെപ്പോലെ ദൈവദാസന്മാരെ അനവധി പേരെ ഉപദേശിക്കുന്ന കാര്യമാണ്. ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെയും കാതൽ അത് തന്നെയാണ്, ആത്മീയ പിതൃത്വം ദൈവഭവനത്തിൽ. പക്ഷേ നിങ്ങൾ പുത്രിപുത്രന്മാരെ വളരുന്നതിനെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് വളരെ ഗൗരവമായി നിങ്ങളോട് സംസാരിക്കുന്ന കാലഘട്ടമായത്. നിങ്ങൾ എത്രമാത്രം അതിന് വഴങ്ങുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കതിന് പരിചയമില്ല. ദൈവസഭയിൽ ഒരു പാസ്റ്ററുടെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഒരു പാസ്റ്ററെ പിതാവായി കാണാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മീതെയുള്ള ഒരു ദൈവദാസനെ നിങ്ങളുടെ പിതാവായി നിങ്ങൾ കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാണാൻ സാധിച്ചില്ലേ അനുഗ്രഹം ചോർന്നു പോകും. പ്രത്യേകിച്ച് യൗവനക്കാരൻ ദിവസം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വളരെ പ്രയാസമായിരിക്കും. ഒരു 10-70 ആയി താടിയൊക്കെ നരച്ച് നടക്കാമല്ല, വടിയും കുത്താണ്, പുള്ളി എൻ്റെ ആത്മീയ പിതാവാന്ന് പറയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ തന്നെ 10-60 വയസ്സായിരിക്കെ, അല്ലെ 50 വയസ്സായിരിക്കെ, ഒരു 30 വയസ്സായ എങ്ങനെ അപ്പനാക്കാൻ പറ്റും? അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്, അവർ നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ. ഇത് അന്തക്കാലത്തുള്ള കാര്യം തന്നെ, ഇന്നത്തെ കാലത്തല്ല. ആരും നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കരുത്. നിന്റെ മേലൊരു അഭിഷേകമുണ്ട് പിതൃത്വത്തിൻ്റെ, നിന്റെ മേലൊരു അധികാരമുണ്ട് പിതൃത്വത്തിൻ്റെ, നിന്റെ മേലൊരു ഉത്തരവാദിത്വമുണ്ട് പിതൃത്വത്തിൻ്റെ. ആരും അതിനെ തുച്ഛീകരിക്കരുത്. ഓരോ ദൈവദാസനും കർത്താവിൻ്റെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, അനുഗ്രഹം ആദരവിനാൽ വരും. എന്താദരവിനാൽ? ദൈവത്തെ ആദരിക്കുന്ന മാത്രമല്ല, നിന്റെ മീതെയുള്ള സ്വന്തം അപ്പനെയും ആദരിക്കുന്നത് കൂടെ തന്നെ നിന്റെ ആത്മീക പിതൃത്വത്തെ ആദരിക്കുന്നത് കൊണ്ട് നിനക്കൊന്നുണ്ടാകും. എന്തുണ്ടാകും? അനുഗ്രഹമുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഈ തലമുറയെ ആദരവെന്ന് പറഞ്ഞ വാക്കിന് പ്രസക്തിയില്ലാത്ത കാലഘട്ടമാണ്. പക്ഷേ അനുഗ്രഹത്തിനായി ഓടി നടക്കുന്ന ജനത്തോട് ഞാൻ പറയട്ടെ, അനുഗ്രഹം അനുസരണത്താൽ വരും, അനുഗ്രഹം ഐക്യതയാൽ വരും, അനുഗ്രഹം ദൈവത്തിനും മനുഷ്യനും ആദരവ് കൊടുത്താൽ വരും. പ്രത്യേകിച്ച് ആത്മീക ഭവനത്തിനകത്ത് സഹവിശ്വാസികളെയും മീതിയുള്ള ദൈവദാസനെയും സഹോദരങ്ങളായും അപ്പനായും നീ ആദരിക്കുമെങ്കിൽ നിനക്ക് അനവധിയായി അനുഗ്രഹം ഒഴുകി വരും. അങ്ങനൊരു വ്യവസ്ഥയും ദൈവജനത്തിനകത്ത് അനുഗ്രഹത്തിനായി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. പിതൃത്വത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ഭവനത്തിൽ വരണമെങ്കിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നീ വ്യാപാരം ചെയ്യാൻ തുടങ്ങണം.
ഹല്ലേലൂയ. പിതൃത്വത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നിൻ്റെ ഭവനത്തിനകത്ത് വരണമെങ്കിൽ, നിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് വരണമെങ്കിൽ പുത്രത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും മനോഭാവവും നിൻ്റെ അകത്ത് വരേണ്ടിയിരിക്കുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ 4-5 പുസ്തകങ്ങൾ വായിച്ചു. വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ പല പുസ്തകങ്ങൾ വായിച്ചു. അതിനകത്ത് സത്യത്തിൽ ഏറ്റവും പ്രധാനമായി ഞാൻ ഏറ്റവും അധികം വായിക്കുന്ന, സുവിശേഷങ്ങൾ അധികം വായിക്കുന്ന റോമാലേഖനം മുതൽ അപ്പോസ്തല പ്രവൃത്തി, റോമാലേഖനം മുതൽ അങ്ങോട്ട് വായിക്കും. അപ്പോസ്തല പ്രവൃത്തി സംഭവങ്ങളാണ്, റോമാലേഖനം നിർദ്ദേശങ്ങളാണ്, ഇൻസ്ട്രക്ഷൻസ് ഫോർ എ ബിലീവർ. റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, പിന്നെ ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, തെസ്സലോനിയർ, ഇങ്ങനെ കഴിയുമ്പോൾ ഇതെല്ലാം സഭകൾക്ക് എഴുതിയ പുസ്തകങ്ങൾ. എത്രയൊക്കെ മനസ്സിലായി? ഇതെല്ലാം തെസ്സലോനിയ സഭ, കൊലോസ്യ സഭ, കൊരിന്ത്യ സഭ, റോമാ സഭ, ഇവർക്കെല്ലാം എഴുതിയ പൗലോസ് എഴുതിയ പുസ്തകമാണ് ഈ പറഞ്ഞതെല്ലാം. അത് കഴിയുമ്പോൾ 3 വ്യക്തിപരമായ ലേഖനങ്ങളുണ്ട്. ഒന്ന് തിമോത്തിയോസിനുള്ള ലേഖനം 1-2, പിന്നെ തീത്തോസിനുള്ള ലേഖനം, പിന്നെ ഫിലോമോനുള്ള ലേഖനം. ഈ 3 ലേഖനങ്ങൾ, 4 പുസ്തകങ്ങൾ വ്യക്തികൾക്ക് എഴുതിയ പുസ്തകങ്ങളാണ്. നിങ്ങൾ കഴിവുണ്ടെങ്കിൽ പുസ്തകങ്ങളൊന്ന് വായിച്ചു നോക്കണം. ദൈവസഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ ആരെയും വ്യക്തിപരമായി പൗലോസ് ഞാൻ നിൻ്റെ പിതാവാണ്, ഞാൻ നിങ്ങളുടെ പിതാവാന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൊതുവായി പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായി നിജപുത്രൻ എന്ന് തിമോത്തിയോസിനെ വിളിക്കുന്നത് പോലെ, പ്രിയപുത്രൻ എന്ന് വിളിക്കുന്നത് പോലെ, നിജപുത്രൻ തീത്തോസിനെ വിളിക്കുന്നത് പോലെ, ഫിലോമോനെ കുറിച്ച് പറയുന്നത് പോലെ എടുത്ത് പറയുന്നത് പൊതുലേഖനങ്ങളിൽ കാണത്തില്ല. എന്നാൽ ഈ പ്രത്യേകമായ വ്യക്തി ലേഖനങ്ങളിൽ തിമോത്തിയോസിന് എഴുതിയതിനകത്തും തീത്തോസിന് എഴുതിയതിനകത്തും ഫിലോമൻ എഴുതിയ എഴുത്തിനകത്ത് ഫിലോമനെ അല്ല വിളിക്കുന്നത്, പിന്നെ ഫിലോമൻ്റെ അടിമയായിരുന്നു ഓടിപ്പോയ തിരികെ പിടിച്ചുകൊണ്ടുവന്ന ഒനേസിമസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു, എൻ്റെ നിജപുത്രനായ, എൻ്റെ പുത്രനായ എൻ്റെ പുത്രനായ നിൻ്റെ അടിമയായിരിക്കാം, പക്ഷെ അവൻ ഇന്ന് എൻ്റെ പുത്രനാണ്. ഞാൻ ജയിലിൽ വെച്ച് അവൻ നിന്നെ വിട്ട് ഓടിപ്പോയി, അവനെ ജയിലിൽ വെച്ച് ഞാൻ ജനിപ്പിച്ചു, അവൻ എൻ്റെ പുത്രനാണ്, അവനെ ഞാൻ നിങ്ങളിലേക്ക് മടക്കി അയക്കുന്നു എന്നും പറഞ്ഞ് ഒരു റെഫറൻസ് കൊടുത്ത്, ഒരു റെക്കമെൻഡേഷൻ കൊടുത്ത് പൗലോസ് ഫിലോമോൻ്റെ അടുത്തേക്ക്, ഫിലോമോൻ യജമാനനാണ്, അടിമകളെ നടത്തിക്കൊണ്ടിരുന്ന യജമാനാണ്, അടിമ കച്ചവടക്കാരാണ് അന്നത്തെ കാലത്ത് സാധിക്കുമായിരുന്നത്. അടിമയുടെ ഉടമയാണ് അവൻ, പക്ഷെ അടിമ അവിടെ വിട്ട് ഓടിപ്പോയി. പൗലോസ് അവനെ രക്ഷയിലേക്ക് നയിച്ചു, അവനെ ആത്മാവിൽ ജനിപ്പിച്ചു. അവനോട് പറഞ്ഞു, നീ പോയി നിന്റെ യജമാനിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു. ഒരു എഴുത്ത് കൊടുത്തു വിടുക ഒനേസിമോസിൻ്റെ കയ്യിൽ. ഒനേസിമോസിനെ കുറിച്ച് പൗലോസ് പറയുക, ഇവൻ എൻ്റെ പുത്രൻ, ഞാൻ ആത്മാവിൽ ജനിപ്പിച്ചവൻ, ഇവനെ നീ തിരികെ പ്രാപിക്കണം, ഒരു അടിമയായിട്ടില്ല, നിന്റെ സഹോദരനായി തിരികെ സ്വീകരിക്കണം. അവൻ എന്തെങ്കിലും കടബാധ്യത നിനക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പേരിൽ കുറിച്ചോളാൻ പൗലോസ് ആ ഉത്തരവാദിത്തം എടുക്കുക. എന്താ? ആത്മീക സന്തതിക്ക് വേണ്ടി ഒരപ്പനെടുക്കുന്ന നിലപാടാണത്. അതിന് ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നു. തിമോത്തിയോസ് ലേഖനത്തിൽ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലുമൊക്കെ എൻ്റെ നിജപുത്രനായ തിമോത്തിയോസ് എന്ന് പറയുന്നത് കേൾക്കാം. തീത്തോസിനെ കുറിച്ചും അങ്ങനെ തന്നെ ആത്മാവിൽ എൻ്റെ പുത്രനായവനെ എന്ന് വിളിക്കുന്നത് കേൾക്കാം. ഫിലോമൻ്റെ ലേഖനത്തിൽ ഒനേസിമസിനെ കുറിച്ച് എൻ്റെ പുത്രനായ ഒനേസിമസിനെ എന്ന് പറയുന്നത് കേൾക്കാം. ഇതിന് വേറൊരു പേരുണ്ട്. ഇതൊരു അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ശ്രദ്ധിച്ച് കേട്ടാട്ടെ, അനുഗ്രഹത്തിൻ്റെ 4-ാം വഴി. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മീതിയുള്ള ഒരു വ്യക്തിയെ ആദരിക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ ആദരവിനാൽ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നു ചേരുന്നു. എന്നാൽ 4-ാമതായി ആ പിതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ മീതിയുള്ള ദൈവത്തിൻ്റെ ദാസനോ, നിങ്ങളുടെ ആത്മീകമായോ ഭൗതികമായോ അപ്പനോ അമ്മയോ നിങ്ങളുടെ മേൽ പറയുന്ന അധികാരത്തിൻ്റെ വാക്കുകൾ കൊണ്ടും നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരും. അതാണ് തിമോത്തിയോസിലും തീത്തോസിലും ഒനേസിമസിൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നത്, ഫിലോമൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ആശീർവാദം എന്നാണ് അതിൻ്റെ പേര്. അനുഗ്രഹം അനുസരണത്താൽ വരും. 2, അനുഗ്രഹം ഐക്യതയാൽ വരും. 3, അനുഗ്രഹം ആദരവിനാൽ വരും. 4, അനുഗ്രഹം ആശീർവാദത്താൽ വരും. നിങ്ങൾ കുഴയാൻ വഴിയുണ്ട്. എന്താണ് ആശീർവാദം എന്ന് പറഞ്ഞാൽ? എന്താ നിങ്ങൾക്കറിയാമോ? മലയാളത്തിൽ ആശീർവാദം എന്നാണ് പറയുന്നത്. പക്ഷേ മലയാളത്തിൽ എപ്പോഴും ആശീർവാദം പറയുന്നത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകുന്ന നേരത്ത് ക്ലോസ് ചെയ്യുന്ന ആൾ പ്രാർത്ഥിക്കുന്നതാണ് ആശീർവാദം അല്ല. അങ്ങനെയാണ് നമ്മൾ ചടങ്ങ് ചെയ്യുന്നത്. അവസാനം വെച്ചിരിക്കുന്നതാണ് ആശീർവാദം. വേദപുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും എന്തുവാണ്? ആശീർവാദം. ആശീർവാദം പറഞ്ഞാൽ അറിയോ? അനുഗ്രഹത്തിന് മുമ്പേ പറഞ്ഞ വാക്കില്ലേ, അതിൻ്റെ മൂലഭാഷ ആഷേർ. ആരെങ്കിലും പേരുണ്ടോ? ആഷേർ എന്ന പിള്ളേരൊരു പേരുണ്ടോ? ഇനി കുഞ്ഞുണ്ടാകുന്ന പേര് നല്ല പേരാ ആഷേർ. ആഷേറിൻ്റെ അർത്ഥം എന്നറിയോ? ശുഭത. മുമ്പേ പറഞ്ഞ പുഷ്ടി, ഉയർച്ച, വർധനവ്, അനുകൂലത, പുഷ്ടി, ഇതിനെല്ലാം പറഞ്ഞ പേരാണ് എന്താ? ആഷേർ. പറഞ്ഞേ ആഷേർ. ആഷേറിനായി ഒരു അധികാരി നിങ്ങളുടെ മീതെ വാദിച്ച് പറയുന്നതാണ് ആശീർവാദം. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വാദമാണത്. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? മന്ത്രവാദം എന്ന് പറഞ്ഞാൽ എന്നാ?
നിങ്ങളുടെ തകർച്ചയ്ക്കായി, നിങ്ങളുടെ നാശത്തിനായി ആഭിചാരം നടത്തി മന്ത്രം ഓതി വാദിക്കുന്ന, നിങ്ങൾക്കെതിരെ വാദിക്കുന്നതാണ് എന്ത്? മന്ത്രവാദം. ഈ വാക്ക് നിങ്ങൾ സുപരിചിതമാണോ? അയ്യോ, ഞങ്ങൾ അതിനകത്തല്ലേ ഭാഷ കിടക്കുന്നത്, പുറത്തു വരാം. ആ മന്ത്രവാദത്തിന് വാദത്തെ നിങ്ങൾ മുറിക്കാൻ അധികാരമുണ്ട്. ഹല്ലേലൂയ. ആ വാദത്തെ ഖണ്ഡിക്കുവാൻ, നിനക്കെതിരായ പറഞ്ഞ എല്ലാ വാക്കുകളെയും ഖണ്ഡിക്കുവാൻ നിനക്കൊരു അധികാരമുണ്ട്. ദൈവവചനം പറയുന്നു. ആമേൻ. ആരോ വാദിച്ച വാദങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ വാദത്തെ മുറിച്ചില്ലാന്ന് വെച്ചുവാൻ നിനക്ക് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കുക. അതല്ലല്ലോ നമ്മുടെ വിഷയം ഇന്ന് കാലത്ത്. മറുവശത്ത് മന്ത്രവാദത്തിൽ തകർച്ചയ്ക്കായി, നാശത്തിനായി, നീചതയ്ക്കായി, നികൃഷ്ടതയ്ക്കായി, നാശിച്ചു പോകാൻ, താഴേക്ക് പോകാൻ, പുഷ്ടിപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുവാനായി വാദിക്കുന്നതാണ് മന്ത്രവാദമെങ്കിൽ, ഉയർച്ചയ്ക്കായി, ശുഭതയ്ക്കായി, വർധനവിനായി, പുഷ്ടിക്കായി, അനുകൂലതയ്ക്കായി നിന്നെ സ്നേഹിച്ച, നിന്റെ മേൽ അധികാരത്തോടെ നിൽക്കുന്ന വ്യക്തി പുറപ്പെടുവിക്കുന്ന വാദമാണ് ആശീർവാദം. അതിനാൽ നിനക്ക് അനുഗ്രഹമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവദാസന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി അവൻ നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അത് ആശീർവാദമാണ്. ആശീർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ആശീർ എന്ന് പറഞ്ഞാൽ ശുഭത, പുഷ്ടി, അനുകൂലത, വർധനവ്, ഉയർച്ച, ഇതെല്ലാം ആശീർ. ഇതിനായിട്ട് ഒരു ദൈവദാസൻ നിന്റെ മേൽ വാക്കുകൾ അയക്കുകയാണ്. ആശീറിനുള്ള വാദങ്ങൾ അത് വളരെ ഫലവത്താണ്. പ്രത്യേകിച്ച് നിൻ്റെ ആത്മീക പിതാവാണ് അത് അയക്കുന്നതെങ്കിൽ. പൗലോസ് വായിച്ച് നോക്ക് നിങ്ങൾ. ആ 3 അധ്യായങ്ങൾ 4 അധ്യായങ്ങൾ വായിച്ച്, 4 പുസ്തകങ്ങൾ, തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 1-ലും 2-ലും, തീത്തോസിൻ്റെ ലേഖനത്തിൽ, ഫിലോമോൻ്റെ ലേഖനത്തിൽ പൗലോസ് എഴുന്നേറ്റ് നിന്ന് അനുഗ്രഹത്തിൻ്റെയും പുഷ്ടിയുടെയും വാക്കുകൾ തൻ്റെ ആത്മീക സന്തതി മേൽ പറയുക. പൊതുവായി സഭയ്ക്കത് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. വളരെ വ്യക്തമായി പുത്രന്മാരെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു അപ്പൻ്റെ ഹൃദയം പൗലോസിനുണ്ടായിരുന്നു. ആ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, അവർ നിലനിന്നു, അവർ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരായി തീർന്നു, ദൈവസഭകളെ നടത്തി, ദൈവത്തെ ഹിതം നിറവേറ്റി, ജീവിതത്തിൽ സഫലതയുണ്ടായി. അത് കാണുവാൻ സാധിക്കും. ആശീർവാദം നിങ്ങളുടെ മേൽ ഒരു ദൈവദാസൻ കൽപ്പിക്കുന്നതിനാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ആത്മീയ പിതാവ് കൽപ്പിക്കുന്നതിനാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഉയർച്ചയാണ് അനുഗ്രഹം. അത്തരത്തിലൊരു ബന്ധത്തിൽ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനത് വായിച്ച് അവസാനിപ്പിക്കട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിപ്പീൻ. കീഴടങ്ങിയിരിക്കുന്ന വാക്ക് തെറ്റാണ്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കുവേൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അതവർ ഞരങ്ങിക്കൊണ്ടല്ല. പറഞ്ഞ് ഞരങ്ങിക്കൊണ്ടല്ല. ഒന്നുകൂടെ പറഞ്ഞ് ഞരങ്ങിക്കൊണ്ടല്ല. അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവേൻ. അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. സഹോദരങ്ങളെ, ഇത് വളരെ വലിയൊരു ഉപദേശമാണ്. ഞാൻ നിങ്ങളോട് കൂട്ടുവേലക്കാരൻ നിലയ്ക്ക് പറയട്ടെ, ഈ സഭയിലെ വിശ്വാസികൾ നിലയ്ക്ക് പറയട്ടെ, ഈ സഭയിലെ ലീഡേഴ്സിനോട് പറയട്ടെ, സഹപ്രവർത്തകരോട്, പാസ്റ്റർമാരോട് പറയട്ടെ, നിങ്ങൾക്കൊരു ആത്മീയ പിതാവിനെ ദൈവം തന്നിരിക്കുന്നെങ്കിൽ, ആത്മീയ നേതൃത്വം ദൈവം തന്നിരിക്കുന്നെങ്കിൽ, അവർ ഞരങ്ങാതിരിക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തമെടുക്കണം. അവർ വലയാൻ, ഹൃദയത്തിൽ കശങ്ങുവാൻ നിങ്ങളുടെ ഒരു സമീപനം കൊണ്ടോ, നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ, നിങ്ങളുടെ ഒരു സഹകരണക്കുറവുണ്ടോ, നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടോ, നിങ്ങളുടെ ഒരു ശുണ്ഠി കൊണ്ടോ, ഒരു തർക്കം കൊണ്ടോ, നിങ്ങളുടെ ഒരു ബഹുമാനമില്ലാത്ത, ആദരവില്ലാത്ത ഒരു ശൈലി കൊണ്ടോ നിങ്ങളുടെ ദൈവദാസൻ ഞരങ്ങുവാൻ ഇടവരരുത്. കാരണം വചനം പറഞ്ഞു അതെന്തല്ല, അത് നിങ്ങൾക്ക് നന്നല്ല. നന്നെന്ന് പറഞ്ഞാൽ ശുഭതയല്ല, അത് അനുഗ്രഹ കാരണമല്ല, അത് പുഷ്ടി. നിങ്ങളുടെ ദൈവദാസന്മാർ ഹൃദയത്തിൽ സന്തോഷത്തോടെ നിങ്ങളുടെ മേൽ ആശയറിൻ്റെ വാദം പറയുവാൻ ഒരു വഴി എപ്പോഴും തുറന്നിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആമേൻ. ഒരു ആശയറിൻ്റെ വാദം, നിങ്ങളെക്കുറിച്ച് ഒരു പരിഭവം പറയാനായിട്ട് വരാതെ, നിങ്ങളവരെ മുഖസ്തുതി പറയണമെന്നല്ല പറയുന്നത്. നിങ്ങൾ പല പരിഭവങ്ങൾ കാണും, നിങ്ങൾക്ക് പല സങ്കടങ്ങൾ കാണും, പല തെറ്റുകൾ ദൈവദാസന്മാരായി ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പോഴൊക്കെ ആദരവ് കൈവടിയാതെ, കോപം വെളിപ്പെടുത്താതെ, അനാദരവ് കൊണ്ടു നടക്കാതെ, ബഹുമാനത്തോടെ, പ്രത്യേകമായ ശ്രദ്ധയോടെ ആ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ആവശ്യമായ തിരുത്തലുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യാം. എഴുത്തുകൾ എഴുതാം, സാമാന്യമായി സംസാരിക്കാം, അല്ല മൂത്തുകാരോട് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കാം. ഒരിക്കലും തെറ്റിനെ വകവെച്ച് കൊടുക്കണം ഞാൻ പറയുകയില്ല. തെറ്റിനെ നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കരുത്. പക്ഷെ അത് ഗൗരവം ആയിരിക്കുമ്പോൾ തന്നെ ബഹുമാനം കൈവിടാതെ, ആദരവ് കൈവിടാതെ, ഞരങ്ങാൻ ഇട കൊടുക്കാതെ, കശങ്ങാൻ ഇട കൊടുക്കാതെ, ആ ദൈവത്തിൻ്റെ അഭിഷേകവുമായി നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി വ്യാപാരം ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി കണക്ക് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കുവേൻ. അവർ കണക്ക് ബോധിക്കപ്പെടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കണം.
നിങ്ങളുടെ ആത്മാക്കൾ, നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ജാഗരിക്കണം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജാഗരിക്കണം, നിങ്ങളുടെ വീടിന് വേണ്ടി ജാഗരിക്കുന്നു, നിങ്ങളുടെ കാറിന് വേണ്ടി ജാഗരിക്കുന്നു, നിങ്ങളുടെ പുരയിടത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ജാഗരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ദൈവദാസനോ, നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ആദരവിനാൽ, ബഹുമാനത്താൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കുളിർമയുണ്ടായിട്ട് ആ നാവിൽ നിങ്ങളെ ആശീർവദിക്കാൻ, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു ആശീർവാദ വാദം പുറപ്പെടുവിക്കാൻ അവൻ ഇടം കൊടുക്കുമോ? അദ്ദേഹത്തെ പോയി കാണുമോ? അമ്മയാകട്ടെ അപ്പനാകട്ടെ, നിങ്ങളപ്പോൾ അവരെ പോയി കുളിർപ്പിക്കുമോ? അവരെ തണുപ്പിക്കുമോ? അവർ ഹൃദയത്തെ അനുഗ്രഹിക്കുമോ? അവർക്ക് നന്മ ചെയ്യുമോ? അവർ നിങ്ങൾക്ക് നന്മയായി തീരുവാൻ നിങ്ങൾ എടുക്കുമോ? അതോ ഞരക്കത്തെ തുടരുവാൻ അനുവദിക്കുമോ? പാടില്ല സഹോദരങ്ങളെ. എവിടെയാണെങ്കിലും നിങ്ങളുടെ അപ്പനും അമ്മയും എവിടെയാണെങ്കിലും, യൗവനക്കാരാകട്ടെ, സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, ഞാൻ ഇങ്ങനെയോട് പറയട്ടെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയോ അപ്പനാണെങ്കിലും അത് നിങ്ങളുടെ അമ്മയും അപ്പനുമാണ്. നിങ്ങളുടെ ഭാര്യയുടെ അപ്പനുമാണെങ്കിലും അത് നിങ്ങളുടെ അപ്പനും അമ്മയാണ്. ഞങ്ങൾ പ്രത്യേകിച്ച്, അതായത് അമ്മായിയപ്പനും അമ്മായിമ്മയും പോലും ഈ കാര്യം ഉൾപ്പെടുത്താൻ ഞാൻ പറയുന്നത്. അവർ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെ സ്ഥാനത്താണ്. നിങ്ങളുടെ ഭാര്യയുടെ അമ്മ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്. അവർ നിങ്ങൾ മുഖാന്തരം കലങ്ങിയിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മുഖാന്തരം കശങ്ങിയിരിക്കുന്നെങ്കിൽ, പക്ഷേ ഞാൻ അവർ മുഖാന്തരം കലങ്ങിയിരിക്കുന്നു. കുഞ്ഞ് അവർ സഭയിൽ വന്നില്ലല്ലോ, നീയല്ലേ ദൈവവചനം കേട്ടത്, നീയല്ലേ ആത്മാവിൽ നടക്കുന്നത്, നീയല്ലേ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചത്, നീയല്ലേ സ്ഥാനപ്പെട്ടത്, നീയല്ലേ ശിഷ്യത്വം പ്രാപിച്ചത്, നീ വേണം മുൻകൈ എടുക്കുവാൻ. നീ നിരപ്പിൻ്റെ ശുശ്രൂഷമേ അവരുടെ അടുത്ത് പോകണം. നീ താഴ്മയുമായി ചെല്ലണം, അനുസരണമായി ചെല്ലണം, ആദരവുമായി ചെല്ലണം, കണ്ടുകാഴ്ചയുമായി ചെല്ലണം, അവർക്ക് അനുഗ്രഹമായി ചെല്ലണം. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. നിൻ്റെ ഭവനത്തിൽ ആ ക്രമീകരണം ചെയ്യുക. അതോടൊപ്പം നിൻ്റെ ആത്മീയ ഭവനത്തിൽ, ഒരുപക്ഷെ ഈ സഭയിൽ നല്ലാതെ ചിലർ ഇവിടെ വന്ന് കാണും, വേറെ ഇവിടെ നിന്നൊക്കെ ചിലർ വന്ന് കാണും. ഞാൻ നിങ്ങളോടും പറയട്ടെ, നിങ്ങൾ ഈ സഭയിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സഭയിൽ പോയി നിങ്ങളുടെ ആത്മീയ പിതാവിനോട് നല്ല ബന്ധം പുലർത്തുക, നിങ്ങളുടെ ദൈവദാസനോട് നല്ല ബന്ധം പുലർത്തുക. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ കാണും, പക്ഷേ നിങ്ങൾ സഹിച്ചു നിൽക്കുക. കർത്താവ് നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ ഐക്യത പുലർത്തുന്നതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകും, അനുസരണം കാണിക്കുന്നതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകും, നിങ്ങൾ ആദരവ് കൊടുക്കുന്നതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകും. കൂടാതെ നിങ്ങൾ അവരുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നത് കൊണ്ട് ആശീർവാദ വാദം അവർ പുറപ്പെടുവിക്കുന്നതിനാൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും.